വ്യാഴചന്ദ്രന്മാരെ അനുകൂലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ച കാര്യത്തിൽ ഭഗവതിയമ്മ ഈശ്വരാനുഗ്രഹ രഹസ്യം. പ്രത്യേകിച്ചിട്ട് അഞ്ജലി വ്യാഴം പറഞ്ഞാലേ സുതവസ്ഥയെ വിശേഷത വ്യാമോഹവും നാസ്തും ഒരു യാതൊരു പ്രയാസം വേണ്ട. അഞ്ജലി വ്യാഴം നിന്നാൽ നമ്മളെ ഇവിടുത്തെ നമ്മൾ ഉദ്ദേശിച്ചിറങ്ങി പുറപ്പെട്ട കളിയാട്ടത്തിന് പ്രതിബന്ധമില്ലാണ്ടമ്മ കാര്യം. അവിടെ സ്വർണം കവിഴ്ന്നു കൊണ്ടുവന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാം നേരെയാവേണ്ടതായിരുന്നു. അപ്പോൾ സ്വർണം ഊർധ്വംഗം ശ്രീതം സ്വർണ്ണ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും മേൽഭാഗത്ത് സ്വർണം മറന്നു കിട്ടുന്നതായിരുന്നു നല്ലത്. അത് കിട്ടിയില്ല. ആ സ്വർണം അന്നു താഴെത്താഴെ പോയിട്ട് കമിഴ്ന്നു പോയി എന്നുള്ളത് ബാധാവ്യാധി ചരിഞ്ഞാകിൽ കമിഴ്നാകിൽ അശോഭനം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ചില അശോഭനത്വങ്ങളുണ്ട്. അത് ആലോചിച്ചിട്ട് നേരെയാക്കണം. ഏതായാലും കഴിയാത്ത വിഷയത്തിൽ നമുക്ക് അംഗീകരിക്കാനായി സാധിക്കും. ആ ചന്ദ്രനിലേക്ക് 2 ഗ്രഹദൃഷ്ടിയുണ്ട്. ഒന്ന് ചൊവ്വാദൃഷ്ടിയും വ്യാഴദൃഷ്ടിയുമുണ്ട്. ഈ മകരരാശിയിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് വ്യാഴദൃഷ്ടി രാജ്ഞിയോഗം, ചൊവ്വാദൃഷ്ടി രാജ്ഞിയോഗം. അപ്പോ ചൊവ്വാദൃഷ്ടിയിലെ പാപദൃഷ്ടിയിലെ എന്ന ചോദ്യത്തിന്റെ പരിഹാരം മകരരാശിയിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് ചൊവ്വാദൃഷ്ടിയും വ്യാഴദൃഷ്ടിയും. അതുകൊണ്ട് ഈ സദസ്സിനോട് പറയേണ്ടത് നമ്മുടെ ഈ പരച്ചവക്കന്റെ അമ്മ പ്രസാദിച്ചിട്ടുണ്ട്. കാര്യങ്ങൾക്ക് വിഷമില്ലാണ്ടാവും. അനുഗ്രഹമുണ്ട്. ഈ അനുഗ്രഹമുള്ള പ്രശ്നം തന്നെയാണ്. ആ ചന്ദ്രൻ ഈ സമയത്ത് ലഗ്നത്തിൽ തന്നെ ഉദിച്ചിട്ടേ ഉദയഭം ശശിനസുതവിഷ്ഠതേ ഇവരുജിംബിദിവാ പരമശുഭ വിജയഭൂധനമൃത്തി ആദിശേത് അശുഭദംശുനരസ്തമകിഞ്ചന. ഉദയഭരാശിക്കലേക്കോ ചന്ദ്രരാശിക്കലേക്കോ പരമശുഭനായ വ്യാഴം നോക്കുന്നുണ്ടെങ്കിൽ അഥവാ ശശിനസുതവിഷ്ഠതേ ഒന്ന് നോക്കിയാലും മതി. വിജയഭൂധനമൃത്തി വിഘാദിശേത് വിജയം, ഭൂമി, ധനം മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യവിധി ഉണ്ടാവും. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും. പിന്നെ ഏതാ അനിഷ്ടത്തിനായ കുളികൾ 12ാമത്തെ ഭാവരാശിയിലുണ്ട്. ഉദയരാശിക്ക് ലേശം കൂടുതൽ ദോഷമുണ്ട്. ചന്ദ്രൻ 12ാമത്തെ ഭാവത്തിലുണ്ട്. അത് ചിന്തിക്കണമല്ലോ. സ്വർണ്ണം കവിഞ്ഞതിനെ നമ്മൾ അവഗണിച്ചുകൂടാ. തീർച്ചയായും ആഴത്തിന്റെ അനുകൂലസ്ഥിതി ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. സർവേശ്വരാണാം ഗ്രഹണേസ്ഥിതിജ്ഞം സാന്നിധ്യമസ്മാത് ഷടേനുകൂലേ പ്രായോനുകൂല സകലാശ്ച ദേവാദ പ്രാചൂല്യേ സന്നിധാനുകൂല. അപ്പൊ വ്യാഴത്തിന്റെ അനുഗ്രഹം ഈ സന്നിധിയുടെ മഹത്വവും ദൈവാധീനമുണ്ടെങ്കിലും സ്വർണം കവിഞ്ഞതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ളത് പെരുകളിയാട്ടാണ് അല്ലെ. അതിന്റെ സുഗമമായ നടത്തിപ്പിന് എന്തൊക്കെയാണ് ആ വൈകല്യം എന്ന് വിശദമായിട്ട് കണ്ടെത്തണം. ഇവിടുത്തെ ചടങ്ങാകുമ്പം പഠിപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്വർണം പണ്ട് വാങ്ങാൻ കാരണമുണ്ട് അല്ലെ. അതല്ല ഇപ്പൊ അതിന് വെച്ച സന്ദർഭമല്ലല്ലോ അല്ലെ. നമുക്ക് വിശദമായി ചർച്ച ചെയ്തിട്ട് പിന്നെ ഈ സ്വർണം കവിഞ്ഞിട്ട് വന്നിട്ട് ഈ ലഗ്നാധിപനും 5ാം ഭാവാധിപനും 8ാം ഭാവം തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ടോ എന്ന് പരിശോധന കൂടെ നമുക്ക് ഇത് വേണം. ലഗ്നാധിപനായ ശനി 5ാം ഭാവത്തിയായ ശുക്രൻ 8ാം ഭാവത്തിൽ തമ്മിൽ അല്പം ഒരു ബന്ധമുണ്ട്. ലഗ്നാൻ പഞ്ചമ ലഗ്നരന്ധ്രപതയ അന്യോന്യ സംബന്ധിനോ ബിംബസ്യ അമിത തേജസാദിനം സാന്നിധ്യപൂർണ്ണസ്ഥിതി ഭാവശ്ചേൽ സൗമ്യാശ്ചേൽ പ്രഭവന്തി ശോഭനകരാമതാമിമുഖ്യപ്രദാ ഭാവാശ്ചേൽ പ്രഭവന്തി അശോഭനകരകരാനി വാംശുവേ. അപ്പോ അതുകൊണ്ട് ഇവിടുത്തെ സാന്നിധ്യങ്ങളെ ഹരിക്കുന്ന ചില ദുർനിമിത്തങ്ങൾ ദോഷങ്ങളുണ്ട്. അതെന്ത് വേണം? ഈ തിരുകളിയാട്ടത്തിന്റെ മുന്നോടിയായിട്ട് നമ്മൾ കൂട്ടപ്രാർത്ഥന നടത്തി ആ പ്രതിബന്ധമൊന്നും ഈ കളിയാട്ടത്തേക്ക് ബാധിക്കാതിരിക്കാൻ പരിഹാരം ചെയ്യണം വേണം. അത് ബാധാരാശിയിലെ സൂര്യനും ബുധനും, അത് 8ാം ഭാവാധിപനായിട്ട് സാന്നിധ്യപതിയായിട്ട് 11 സൂര്യന്റെ ബന്ധം. ആ സൂര്യൻ വൃശ്ചിക രാശിയിൽ ബാധയെന്നാൽ പിതൃക്കളുടെ ദോഷം പറയും. ഭൗമക്ഷാംശകയോ ഈ കാവിന്റെ പൂർവിക പാരമ്പര്യത്തിലെ പിതൃക്കള് ഈ പ്രശ്നത്തെ അനുകൂലമല്ല. അഥവാ കാരണവന്മാരും പിതൃക്കളും പൂർണ്ണമായ രാശി നൽകിയില്ല. അതുകൊണ്ടാണ് 11ാം ഭാവമായ ബാധാരാശിയിൽ ചൊവ്വാക്ഷേത്രത്തിൽ സൂര്യനും ബുധനും കാരണവന്മാരാണ് സൂര്യൻ പിതാവാണ്. അങ്ങനല്ലേ പറയുന്നത്.
അതിനാചാര്യം പറഞ്ഞു സ്വന്തക്ഷാംശികളോട് പ്രമാണം പറഞ്ഞുകൊണ്ട്. അപ്പൊ അതൊന്ന് വേണം വളരെ ആലോചിച്ച് ഈ ആചാരാനുഷ്ഠാനങ്ങളിലുള്ള പോരായ്മകൾ എന്താണെന്ന് പരിശോധിച്ച് അത് നേരെയാക്കേണ്ടത്. അവിടത്തേക്ക് വ്യാഴദൃഷ്ടി വന്നു, ശരി. അപ്പൊ അതിന് ഒരു പ്രായശ്ചിത്തം നമുക്ക് ഇരിക്കണം. അതെന്താ ചെയ്യാൻ ശിവക്ഷേത്രത്തിലേക്ക് ഉദയരാശിക്ക് വ്യാഴം വന്നത് ഉദയരാശി ആരൂഢത്തിന്റെ രണ്ടാം ഭാവം വന്നതുകൊണ്ട് അല്പം അപ്പോ ദുർനിമിത്തങ്ങൾ വരും, അത് വരാതിരിക്കണം. നമുക്ക് വിശദമായി ചിന്തിക്കാം. ഇനി നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് അതെങ്ങനെയാണെന്ന് നിർദ്ദേശിക്കുക. അതുപോലെ നിർദ്ദേശിച്ച് നമുക്കൊരു നിബന്ധന വെക്കാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും തൃപ്തികരാണ് ഞങ്ങൾ പറഞ്ഞാൽ പാടുള്ളൂ. അങ്ങനല്ലേ നമുക്ക് പറയാം. നിങ്ങളെല്ലാം ആലോചിച്ച് നിങ്ങളുടെ സർവ്വസമ്മതിയിലാണ് എന്ന് പറയാൻ പാടുള്ളൂ. ദൈവാനുഗ്രഹം മാത്രം പോരാ. അങ്ങനെ നാളെ കടുപ്പ് വേണം ഇല്ല, അങ്ങനല്ലേ? നാളെ അങ്ങനെയൊന്നും ചർച്ച ചെയ്തു പോലും. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യരായ തൃപ്തികരാണ് നിർദ്ദേശിക്കുക. അവകാശികളും അതിന് അർഹരായവരാ നിങ്ങൾ പറയാം. അവരെ പേരിൽ കാശ് അത് ക്ഷേത്രക്കാർ തന്നെ ഞങ്ങൾ നോക്കും. അവർ വരട്ടെ. മൂന്നാൾ പേര് എത്താം. അല്ല, ഇവരാൾ കഴിക്കുന്നത് ഞങ്ങളല്ല. ആൾക്കാരെ കഴിക്കുന്നത് അല്ലെ? കൊലകാരികളാ അവർക്ക് നിർദ്ദേശിക്കുക. നമുക്കിത് നോക്കാം. അല്ലേ? കാലം കാണിക്കും നടയിലേക്ക് പ്രാർത്ഥിക്കട്ടെ. ആദ്യം ഒരാളുടെ പേര്, മൂന്നാൾ വന്നാൽ ഒരാളുടെ പേര് പറയാൻ പറ്റും. അല്ലെ? അങ്ങനല്ലേ? ഒരാളുടെ പേര് അയാൾ തെളിഞ്ഞില്ലേ മറ്റാൾ നോക്കും. അങ്ങനല്ലേ? മൂന്നാളെ പേര് വിളിച്ച് കൊടുക്കണം. ഒരാളുടെ പേരാക്കി അല്ലേ? അങ്ങനല്ലേ? വരാൻ പറ, വന്ന് പ്രാർത്ഥിക്കാൻ പറ. അല്ല, അവരോട് വേണ്ടേ പ്രാർത്ഥിക്കട്ടെ. ഒരാളുടെ പേര് നിങ്ങൾക്ക് സർവസമ്മതമായ ഒരാളുടെ പേര് ആദ്യം പറയാം. അത് നമുക്ക് ദേവിയെ കൊണ്ടുവന്നു. നമുക്കൊരു യാതൊരു പ്രശ്നമാണ്. അതെ, രാജേന്ദ്രന്മാരെ വർഷത്തെ മൂന്ന് നിൽക്കാൻ പാടണം. അതെ, അല്ല, അവരുടെ സന്നിഹിതരാവണേ. അങ്ങനെ ഈ നടയിൽ നമുക്ക് ആദ്യം ആരുടെ പേരിലാണ് ഉദ്ദേശിച്ചാൽ നമുക്ക് നോക്കാം.
ആദ്യം ഒരാളെ പേര് പറയാം. പറഞ്ഞോ. മനോഹരൻ വിളിക്കാം. മനോഹരൻ വിളിക്കാം. ആചാര്യപേരാണ്. ശരി, നല്ലോണം പ്രാർത്ഥന. നേരത്തെ ഒരു കാര്യം ചെയ്തിട്ട് വ്യാഴം അനുഭവസ്ഥാനത്ത് മകരം രാശി ചന്ദ്രൻ ലഗ്നത്തിന് 5 വ്യാഴം. രാശി സ്വർണ്ണാരൂഢ രാശിയുണ്ട്. ആരൂഢ തന്നെ കിട്ടി. നമ്മൾ സ്വർണം അതേ രാശി തന്നെ ഭഗവതിയമ്മ കണ്ടെത്തി ആരൂഢം തന്നെ 4 കിട്ടിയിട്ടുണ്ട്. ഈ തമ്പുരാട്ടി ചിന്തിക്കേണ്ട ചന്ദ്രൻ അനുകൂലത്തിലുണ്ട്, വ്യാഴം അനുകൂലമുണ്ട്. വേറെ നോക്കണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. 7 നിൽക്കുന്ന ചൊവ്വ നമുക്ക് ചന്ദ്രനിലേക്ക് ദൃഷ്ടിയുന്ന രാജയോഗമാണെങ്കിലും പ്രശ്ന വിഷയത്തിൽ അല്പം ശ്രദ്ധിക്കണം. 12 ഗുളികനുണ്ട്. അവനവന്റെ ധർമ്മദൈവാദി കാര്യങ്ങളാ. 4ാം ഭാവം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയെ ചിന്തിക്കുമ്പോൾ 4ാം ഭാവതിയായ പാതകവതിയായ നീരസ്ഥനായ ചൊവ്വാതുകൊണ്ട് അവനവന്റെ ധർമ്മദൈവ പാരമ്പര്യങ്ങളെ തൃപ്തിക്കുറവുണ്ടി തിരുവണ്ണാനെ അഥവാ നീണിക്കത്തിന് അത് അദ്ദേഹം എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യും. അതൊരു ചൊവ്വയാണ്. ഇവിടെ അത് നിങ്ങളെ തറവാട്ടിന്റെ നേടിയാൽ അവിടെ എന്തെങ്കിലും ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും പ്രയാസമില്ല. ഒരു സാഹസ സംഗ്രാമരുചി അസ്ഫുടവാഹർമരത ഉദയേ ചൊവ്വാദൃഷ്ടിയുള്ളതുകൊണ്ട് നല്ലോണം ഒരു പ്രായശ്ചിത്തം നമുക്ക് ശിവന്റെ അടുത്തേക്ക് വേണം ധർമ്മദൈവത്തിലേക്ക്. അതുകൊണ്ട് പെരുങ്കളിയാട്ടത്തിന് പ്രധാന പൗരധാരിയായിട്ട് തിരുവയുടെ ഭഗവതിയമ്മയുടെ തിരുവടി അണിയാൻ ഇവർ യോഗ്യരാണ്. ഇവർക്ക് ദൈവാനുഗ്രഹം. ബാക്കിയുള്ള കാര്യം പ്രായശ്ചിത്തം പിന്നീട് ചെയ്യാം. അതാണ് മകരരാശിയാണ്. ഒരാളെ നോക്കേണ്ട വിഷയമില്ലല്ലോ. ഒരാളെ തെളിഞ്ഞാൽ പിന്നെ ഒരാളെ നോക്കണ്ടല്ലോ. എല്ലാവരും കേൾക്കുന്നില്ലേ? ഈ സദസ് മുഴുവൻ കേട്ടില്ലേ? അല്ല പ്രശ്നത്തിൽ തെളിഞ്ഞു. ബാക്കി നിങ്ങൾ തീരുമാനിക്കേണ്ടതാ. ഇനി വേണോട്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടതാ. പ്രശ്നം മുതേനയാണോ ചെന്ന് രണ്ടാളും തെളിഞ്ഞു. പ്രധാന പദ്ധതിയായിട്ട് ബാക്കി നമുക്ക് അവിടെ ചിന്തിക്കാം. അല്ല എപ്പോഴും അങ്ങനെ പറയുന്നു. ആ സ്വർണം കാണണമെന്ന് കണ്ടോ? ആരെങ്കിലും ഒന്ന് സാക്ഷ്യപ്പെട്ടോ? ആ സ്വർണത്തിന്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളത്